സംരക്ഷണത്തിനായി. ഈ പ്രാർത്ഥനയിൽ വിശ്വാസി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃത്വ സംരക്ഷണത്തിൽ തന്റെ ജീവിതവും കുടുംബവും പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. മനുഷ്യജീവിതം അനിശ്ചിതത്വങ്ങളും അപകടങ്ങളും നിറഞ്ഞതാണെന്നത് ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നു. ശരീരപരമായും മാനസികമായും ആത്മീയമായും നമ്മൾ പലവിധ ഭീഷണികൾ നേരിടുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ദൈവമാതാവിൻ്റെ സംരക്ഷണം അഭ്യർത്ഥിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആഴമുള്ള പ്രകടനമാണ്. എൻ്റെ ജീവിതവും കുടുംബവും നിന്റെ മാതൃത്വ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു എന്ന വാക്കുകൾ സ്വന്തം കഴിവുകളും ശക്തിയിലും മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള മനോഭാവം കാണിക്കുന്നു. മറിയം ഒരു അമ്മയായതിനാൽ മക്കളുടെ വേദനയും ഭയവും അവൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ. കുടുംബം ദൈവത്തിൻ്റെ വലിയ സമ്മാനമായതിനാൽ അതിൻ്റെ സുരക്ഷയും ഐക്യവും മറിയത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ആത്മീയ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ദുഷ്ടതയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ എന്ന പ്രാർത്ഥന ദോഷചിന്തകൾ, പാപപ്രേരണകൾ, തെറ്റായ വഴികൾ, അപ്രതീക്ഷിത ദുരന്തങ്ങൾ എന്നിവയിൽ നിന്ന് മോചനത്തിനുള്ള അപേക്ഷയാണ്. ദുഷ്ടത എല്ലായ്പ്പോഴും പുറത്തു നിന്നും മാത്രമല്ല, പലപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഹൃദയം ശുദ്ധമായി നിലനിർത്താനും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും മറിയത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നു. നിന്റെ പരിശുദ്ധ മറവിൽ ഞങ്ങളെ എന്നും നിലനിർത്തണമേ എന്ന വാചകം കുഞ്ഞ് അമ്മയുടെ ചൂടുള്ള മറവിൽ സുരക്ഷിതനായി ഇരിക്കുന്നത് പോലെ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥിരതയും സമാധാനവും അനുഭവിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ മറവ് ഭയങ്ങളിൽ നിന്ന് ആശ്വാസവും പരീക്ഷണങ്ങളിൽ നിന്ന് ധൈര്യവും നൽകുന്ന ആത്മീയ സംരക്ഷണമാണ്. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലനത്തിൽ വിശ്വാസം വയ്ക്കാനാണ്. ദിനംപ്രതി ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മനസ്സിൽ സമാധാനം വളരുകയും കുടുംബ ബന്ധങ്ങൾ ശക്തമാവുകയും ദൈവസന്നിധിയിൽ സുരക്ഷിതരാണെന്ന ബോധം വർദ്ധിക്കുകയും ചെയ്യും. അവസാനത്തിൽ ചൊല്ലുന്ന ആമീൻ എന്ന വാക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.